ഒരിക്കൽ കാടുവാണിരുന്ന സിംഹം മന്ത്രിയായ കുറുക്കനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷിക്കാൻ തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഭക്ഷിക്കും എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ കുറുക്കൻ സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് വളരെ വേഗം പുറത്തേക്ക് പോയി. പോകുന്ന വഴിക്ക് ഒരു കഴുതയെ കണ്ടു. ആ കഴുതയോട് കുറുക്കൻ പറഞ്ഞു, നിന്നെ സിംഹം കാട്ടിലെ രാജാവാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് സിംഹത്തെ പോയി കാണണം എന്ന് പറയുകയാണ്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് പോലെ കഴുത ഇത് കേട്ടപ്പോൾ തന്നെ സിംഹത്തിനെ കാണാൻ വേണ്ടി വരികയാണ്. സിംഹത്തെ വന്ന് കണ്ടപ്പോൾ കഴുതയെ കണ്ട സിംഹം ഉടനെ കഴുതയ്ക്ക് നേരെ ചാടി വീഴുകയാണ്. ചാടി വീണ് കഴുതയുടെ 2 ചെവികളും സിംഹം കടിച്ചെടുക്കുകയാണ്. സിംഹത്തിനടുത്ത് നിന്ന് രക്ഷപ്പെട്ട കഴുത വളരെ വേഗം ഓടുകയാണ്. ഓടുന്ന വഴിക്ക് കുറുക്കനെ കണ്ടു. കുറുക്കനോട് ചോദിച്ചു, നീ എന്നെ ചതിച്ചു അല്ലേ? എന്നെ കാട്ടിലെ രാജാവാക്കും സിംഹം എന്ന് പറഞ്ഞിട്ട് എൻ്റെ 2 ചെവികളും കടിച്ചെടുത്തില്ലേ? നീ എന്നെ ചതിച്ചു എന്ന് കഴുത കുറുക്കൻ്റെ അടുത്ത് പരിതപിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കുറുക്കൻ കഴുതയോട് പറഞ്ഞു, നിന്നോട് വെറുതെ പറഞ്ഞതല്ല, സിംഹം നിന്നെ കാട്ടിലെ രാജാവാക്കുക തന്നെ ചെയ്യും. എന്നാൽ കാട്ടിലെ രാജാവാക്കുമ്പോൾ നിന്റെ തലയിൽ വെക്കേണ്ട കിരീടമുണ്ടല്ലോ, ആ കിരീടം ഇറങ്ങിപ്പോകാൻ നിന്റെ തലയിൽ വെക്കാൻ ഈ 2 ചെവികളും നിനക്ക് തടസ്സമായിരിക്കും. അതുകൊണ്ടാണ് സിംഹം നിന്റെ 2 ചെവികളും കടിച്ചെടുത്തത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സിംഹത്തെ കാണണമെന്ന് പറഞ്ഞ് വീണ്ടും കഴുതയെ സിംഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. കഴുതയെ കണ്ടപ്പോൾ തന്നെ സിംഹം വീണ്ടും കഴുതയ്ക്ക് നേരെ ചാടി വീണ് കഴുതയുടെ വാല് കടിച്ചെടുക്കുകയാണ്. വാല് കടിച്ചെടുത്ത് കഴുത മരണവെപ്രാളം കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെട്ടിട്ട് വീണ്ടും കുറുക്കനെ കണ്ടു. കുറുക്കനെ കണ്ടിട്ട് പറഞ്ഞു, നീ എന്നെ വീണ്ടും ചതിച്ചു, എന്നെ രാജാവാക്കും എന്ന് പറഞ്ഞിട്ട് സിംഹം എൻ്റെ വാല് കടിച്ചെടുത്തത് കണ്ടോ എന്ന് കുറുക്കൻ്റെ അടുത്ത് കഴുത വിലപിക്കുകയാണ്. ഉടനെ കുറുക്കൻ പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെയല്ല, സിംഹം നിന്നെ രാജാവാക്കുക തന്നെ ചെയ്യും. പക്ഷെ നിന്നെ രാജാവാക്കി വാഴിച്ച് നിന്നെ പീഠത്തിലിരുത്തുമ്പോൾ, ആ സിംഹാസനത്തിലിരുത്തുമ്പോൾ അതിന് നിൻ്റെ വാലൊരു തടസ്സമാണ്. അതുകൊണ്ടാണ് നിൻ്റെ വാല് സിംഹം കടിച്ചെടുത്തത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴുതയെ വീണ്ടും ഈ സിംഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. കഴുതയെ കണ്ടപ്പോൾ തന്നെ സിംഹം കഴുതയ്ക്ക് നേരെ ചാടി വീണ് കഴുതയെ കടിച്ചു കൊല്ലുകയാണ്. കൊന്നതിന് ശേഷം സിംഹം കുറുക്കനോട് പറഞ്ഞു, വേഗം ഇതിനെ കൊണ്ടുപോയി അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് അതിനെ പെട്ടെന്ന് മാംസവും അതിൻ്റെ ചങ്കും കരളും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. കുറുക്കൻ കഴുതയെ കൊണ്ടുപോയി അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് അതിനെ മാംസമാക്കി നല്ല വൃത്തിയാക്കി അതിൻ്റെ തലച്ചോറ് ഭക്ഷിച്ചതിന് ശേഷം ചങ്കും കരളും മാംസവും ഒക്കെ വീണ്ടും സിംഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. സിംഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ സിംഹം ചോദിച്ചു, ഈ കഴുതയുടെ തലച്ചോറ് ഇവിടെ? ഉടനെ കുറുക്കൻ പറഞ്ഞു, ഈ കഴുതയ്ക്ക് തലച്ചോറില്ലായിരുന്നു. ഇതിന് തലച്ചോറുണ്ടായിരുന്നെങ്കിൽ പല ഘട്ടങ്ങളിലായി അങ്ങയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഈ കഴുത വീണ്ടും അങ്ങയുടെ അടുത്തേക്ക് വരില്ലായിരുന്നല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഥ പറയാൻ ഉദ്ദേശിച്ചത്, നിരവധി ഘട്ടങ്ങളിലായി കേരളത്തിൽ ഇന്ന് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഗവൺമെൻറ് നമ്മുടെ അടുത്ത് നിരവധി തവണ ഇതുപോലെയുള്ള മോഹന വാഗ്ദാനങ്ങളാണ് നമ്മുടെ മുമ്പിൽ വെച്ചത്. കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങളെ പരിരക്ഷിച്ചില്ലേ, നിങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് തന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനം നൽകി നിങ്ങളെ പരിരക്ഷിക്കുമെന്ന് പറഞ്ഞവർ ഇന്ന് നമ്മുടെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും വിലയില്ലാതെ നമ്മളെ വേട്ടയാടുമ്പോൾ ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഉപകരിക്കാനാണ് ഞാൻ ഈ കഥ പറയാൻ ആഗ്രഹിച്ചത്. നമസ്കാരം.